വിഴിഞ്ഞത്ത് MSC കമ്പനിയുമായുള്ള ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് പുതിയ അപേക്ഷ നൽകിയ അദാനി പോർട്സ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ അന്തിമ കരാറിൽ ഒപ്പിടില്ലെന്ന് കാണിച്ചാണ് അപേക്ഷ. സർക്കാരിനെ അറിയിക്കാതെ നടത്തിയ നീക്കങ്ങളിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചതോടെയാണ് പുതിയ അപേക്ഷ നൽകിയതെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് പുതിയ അപേക്ഷ നൽകിയിരിക്കുകയാണ് അദാനി പോർട്സ്. സർക്കാരിന്റെ അനുമതിയൊന്നുമില്ലാതെ അന്തിമ കരാറിൽ ഒപ്പിടില്ല എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അപേക്ഷയൊക്കെ നൽകിയിട്ടുള്ളത്. എന്തായാലും സർക്കാരിനെ അറിയിക്കാൻ നടത്തിയ നീക്കങ്ങളിലൊക്കെ വലിയ അതൃപ്തിയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. എന്തായാലും പുതിയ അപേക്ഷയൊക്കെ നൽകിയിരിക്കുകയാണ്. ഇനി അടുത്ത നടപടികളൊക്കെ എന്തൊക്കെയായിരിക്കും? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അദാനി പോർട്സ് പുതിയ അപേക്ഷ അല്ലെങ്കിൽ പുതിയ കത്ത് സർക്കാരിന് നൽകിയത്. നേരത്തെ ഈ അനുമതി തേടിക്കൊണ്ട്, അതായത് വിഴിഞ്ഞം തുറമുഖത്തെ 49% ഓഹരികൾ അദാനിയിൽ നിന്ന് MSCക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അനുമതി തേടി 2 പേജുകളുള്ള ഒരു അപേക്ഷയാണ് നൽകിയിരുന്നതെങ്കിൽ ഇക്കുറി, അതായത് ഇന്നലെ രാത്രി നൽകിയ പുതിയ അപേക്ഷ സർക്കാരിൻ്റെ ആശങ്കകൾ അല്ലെങ്കിൽ സർക്കാർ ഉയർത്തുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ വിശദമായ മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകിക്കൊണ്ടുള്ള പുതിയ അപേക്ഷയാണ്. കൃത്യമായി ഈ ചട്ടലംഘനങ്ങളെക്കുറിച്ചുള്ള സംശയം, അതുപോലെ തന്നെ സെബിക്ക് ആദ്യം കത്ത് നൽകിയതിലുള്ള അതൃപ്തി, ഇതിനെല്ലാം തന്നെ വിശദീകരണം നൽകിക്കൊണ്ട് വിശദമായ അപേക്ഷയാണ് പുതുക്കി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ അദാനി പോർട്സിൻ്റെ CEO ആയിട്ടുള്ള അശ്വിനി ഗുപ്തയും ഒരു വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സർക്കാർ ചോദിച്ച മറുപടി, അതായത് രേഖാമൂലം നൽകിയ സർക്കാരിന് നൽകിയ മറുപടിയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള വിശദീകരണമുള്ളത്. പ്രധാനമായും ഇവർ ഉയർത്തുന്ന വിശദീകരണം എന്ന് പറയുന്നത് MSCക്ക് 49% ഓഹരികൾ കൈമാറിയാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അവകാശം ഈ കമ്പനിക്ക് അദാനി പോർട്സിൽ ഉണ്ടാകില്ല. അതൊരു കുത്തകവൽക്കരണത്തിലേക്കൊന്നും പോകുന്ന രീതിയിലേക്കുള്ള യാതൊരുവിധ അധികാരവും ഈ ഓഹരി കൈമാറ്റത്തിലൂടെ MSC കമ്പനിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം സഭയിൽ ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയൊരു വിഭാഗം ഷെയറുകൾ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ഓഹരി ഒരൊറ്റ കമ്പനിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഒരു കുത്തകവൽക്കരണത്തിന് അല്ലെങ്കിൽ ആ പറയുന്ന കമ്പനിക്ക് ഒരു കുത്തകാവകാശം ആ തുറമുഖത്ത് ലഭിക്കാൻ കാരണമാകില്ലേ എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേക അവകാശവും ഈ ഓഹരി കൈമാറ്റത്തിലൂടെ MSC കമ്പനിക്ക് നൽകില്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്നതാണ് അദാനി വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടാതെയാണ് ഈ നീക്കം നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ അതിനും അദാനി നൽകുന്ന വിശദീകരണം നിലവിലുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ്. അതായത് ഒരു കരാറിലേക്കൊന്നും കടന്നിട്ടില്ല. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു അന്തിമ കരാറിലേക്കും തങ്ങൾ പോകില്ല എന്നാണ് അദാനി വ്യക്തമാക്കുന്നത്. നിലവിൽ MSCയുമായി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രാഥമികമായിട്ടുള്ള ധാരണയാണ്. ആ പ്രാഥമികമായിട്ടുള്ള ധാരണ ആദ്യം സെബിയെ അറിയിക്കണം. അതായത് സെക്യൂരിറ്റി ആൻഡ് ബോർഡ്സ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അതാണ് സെബി എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം. ഈ സെബിയിൽ ഈ വിവരം അറിയിച്ചതിന് ശേഷം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അനുമതി വാങ്ങണം. അങ്ങനെയാണ് സെബിയുടെ ചട്ടം അനുശാസിക്കുന്നത്. അപ്പോൾ ആ ചട്ടം അനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ആദ്യം സർക്കാരിൽ കത്ത് നൽകുന്നതിന് മുൻപ് തന്നെ സെബിയിലേക്ക് കത്ത് നൽകിയത് എന്നുള്ളതാണ് അദാനി പോർട്സിൻ്റെ വിശദീകരണം. നിലവിൽ ഇത്തരത്തിൽ ഓഹരികൾ, അതുപോലെ തന്നെ വിവിധ കമ്പനികൾ, കോർപ്പറേറ്റുകൾ തുടങ്ങിയവയുടെ എല്ലാം തന്നെ വിഹിതങ്ങളും അതുപോലെ തന്നെ മറ്റ് അസറ്റുകൾ, അതുപോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓഹരി കൈമാറ്റങ്ങളെല്ലാം തന്നെ അതിൻ്റെ നിയന്ത്രിക്കൽ, അതിൻ്റേതായിട്ടുള്ള മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ ഈ ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കുമ്പോൾ, അതായത് ഏതാണ്ട് പകുതിയോളം ശതമാനം, 49% എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പകുതിയോളം ശതമാനം ഓഹരികൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ അത് ഉടമസ്ഥാവകാശ കൈമാറ്റത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ അത് സെബിയെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ സെബിയുടെ അനുമതി നേടണം. അതിനുശേഷം അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് NSEയിൽ നിന്ന് അനുമതി തേടണം. അതിനുശേഷമാണ് അതിൻ്റെ വിവരങ്ങൾ പബ്ലിക്കായി അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തങ്ങൾ
കാത്തിരുന്നത് എന്നുള്ളതാണ് അദാനിയുടെ വിശദീകരണം. അന്തിമ കരാറിലേക്കല്ല പോയത്, പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നു, ആ ധാരണ സെബിയെ അറിയിക്കുന്നു. അതിനുശേഷം സർക്കാരിൽ നിന്ന് അതിൻ്റെ ഔദ്യോഗികമായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച് അനുമതി വാങ്ങിയ ശേഷം അന്തിമ കരാറിൽ ഒപ്പിടാനായിരുന്നു തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ അദാനി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിലെ വിശദീകരണങ്ങൾ അനുസരിച്ച് പുതുക്കിയ അപേക്ഷ, അത് ഈ പറയുന്ന ഇപ്പോൾ ഈ CEO ആയിട്ടുള്ള അശ്വിനി ഗുപ്ത പുറത്തിറക്കിയ മറുപടിയിൽ പറയുന്ന വിശദീകരണങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ വിശാലമായിട്ടുള്ള വിശദീകരണങ്ങളുള്ള വലിയ ഒരു അപേക്ഷയാണ് കഴിഞ്ഞ രാത്രിയിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് സർക്കാരിൻ്റെ രേഖാമൂലം ഈ സർക്കാരിൻ്റെ ആശങ്കകൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ട് ഈ ഒരു വിശദീകരണ കുറിപ്പും പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദാനിയേക്കാൾ ഉപരി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ആശ്വാസത്തിന് വഴിയൊരുങ്ങുന്നത്. കാരണം ഏതെങ്കിലും ഒരു കമ്പനിക്ക് കുത്തകാവകാശം ലഭിക്കില്ല എന്ന് പറയുന്നത് തന്നെ അദാനി പോർട്സിന് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അദാനി പോർട്സ് അല്ലെങ്കിൽ MSC കമ്പനിയുമായൊരു തർക്കത്തിന് സർക്കാരിന് പോകാൻ കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ചും മിഷൻ സമുദ്ര പോലുള്ള വലിയ രീതിയിൽ തുറമുഖ കേന്ദ്രീകൃതമായിട്ടുള്ള ജലപാതകളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, അതുവഴിയുള്ള വികസന വലിയ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥിതിക്ക് അതിലേക്ക് വലിയ മുതൽക്കൂട്ടാകാവുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലുള്ള ഒരു ആഗോള ഭീമന്മാരായിട്ടുള്ള കമ്പനിയുടെ അവർ വിഴിഞ്ഞത്തേക്ക് നിക്ഷേപത്തിന് എത്തുന്നത്, അതിനെ ഒന്നും എതിർക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോകുന്നതോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കരാറിന്മേൽ വലിയ രീതിയിലുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാരിന് പോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദാനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി, വ്യക്തത വരുത്താനുള്ള അദാനിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടക്കുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അതുല്യ, സ്വകാര്യവൽക്കരണം വലിയ ചർച്ചയാവുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു MSC കമ്പനിയുമായിട്ടുള്ള ഓഹരി കൈമാറ്റമൊക്കെ ഈ അദാനി പോർട്സ് നടത്തിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയൊരു അതൃപ്തി അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് അദാനി പോർട്സ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അന്തിമ കരാറിൽ ഒപ്പിടില്ല എന്നൊരു വിവരം അറിയിക്കുന്നത്. അതും കാണിച്ചാണ് ഇപ്പോൾ ഒരു അപേക്ഷയൊക്കെ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പുതിയ അപേക്ഷ സർക്കാർ ഏത് രീതിയിലാണ് എടുക്കുക? ഈ അപേക്ഷ സ്വീകാര്യമാണോ? എങ്ങനെയായിരിക്കും ഈ ഒരു അദാനി പോർട്സിൻ്റെ ഈ ഒരു അപേക്ഷയെ സർക്കാർ കണക്കാക്കുക? തീർച്ചയായും അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം എന്നുള്ള ആരോപണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു ഓഹരി കൈമാറ്റം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷമടക്കം ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുത്തകാവകാശം ഒരു വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്ന പദ്ധതിയായി ഉയർത്തിക്കാണിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നത് ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നു, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തുറമുഖത്തിൻ്റെ വലിയ ഒരു ഭാഗം തന്നെ മറ്റൊരു കമ്പനിക്ക് ലഭിക്കുന്നത് മറ്റ് ഷിപ്പിംഗ് കമ്പനികൾ, അതായത് MSC കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഗോള ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു തുറമുഖത്തിൻ്റെ പകുതിയോളം ഓഹരികൾ നൽകുന്നത് മറ്റ് ഷിപ്പിംഗ് കമ്പനികളെ കേരളത്തിലേക്ക് വരുന്നതിൽ നിന്ന് അവർക്കൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റ് കമ്പനികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ആശങ്ക ഉന്നയിച്ചിരുന്നത്. അതൊരു ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഴമ്പുള്ള ആശങ്കയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ആദ്യപടി ആയിരിക്കുമോ ഇത് എന്നുള്ള ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഉടമസ്ഥാവകാശ കൈമാറ്റം പോലുള്ള ഒരു ഓഹരി കൈമാറ്റം നടക്കാനിരിക്കുന്നത്. സ്വാഭാവികമായും നിലവിൽ തന്നെ ജലപാതകൾ വലിയ രീതിയിൽ ആധിപത്യമുള്ള ഒരു കമ്പനി കേരളത്തിലെ പുതുതായി ആരംഭിച്ച ഒരു തുറമുഖത്തിൻ്റെ വലിയൊരു വിഭാഗം ഏറ്റെടുക്കുമ്പോൾ മറ്റ് സാധാരണ കമ്പനികൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആഗോള ഭീമന്മാരൊന്നുമല്ലാത്ത കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനികളെ ഇവിടെ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നുള്ള ആശങ്ക സ്വാഭാവികമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സർക്കാരും ഇത്തരത്തിൽ നേരിട്ട് തന്നെ അദാനിയെ ഇത്തരത്തിൽ അതൃപ്തി അറിയിച്ചത്. കാരണം ഇത്തരത്തിൽ MSCക്ക് ഇത്രയധികം ഷെയറുകൾ കൈമാറുമ്പോൾ അത് 25%-ലധികം ഷെയറുകൾ കൈമാറുമ്പോൾ അത് ഉടമസ്ഥാവകാശം കൈമാറുന്നത് പോലെ തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് ഇവിടെ 50%, അതായത് 25%-ന് ഇരട്ടിയിലധികം ഷെയറുകൾ കൈമാറുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു കുത്തകവൽക്കരണത്തിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ ആശങ്ക നിലനിൽക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അതൃപ്തി അറിയിച്ചതും അതും അതിവേഗത്തിൽ കാര്യങ്ങൾ നീക്കിയതും.
സഭയിൽ ഈ ഒരു വിഷയം ഉയർന്നു വരുന്ന അന്നേ ദിവസം തന്നെ ഇക്കാര്യത്തിൽ അദാനി വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി അദാനിയെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ദിവസങ്ങൾക്കുള്ളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടികളും വിശദീകരണങ്ങളും എല്ലാമായി കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം നിലവിലൊരു ബ്ലൂ എക്കോണമിയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. ഇത്തവണത്തെ ബജറ്റിൽ വലിയ രീതിയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഒരു സമുദ്ര സമ്പദ് വ്യവസ്ഥ, അതായത് സമുദ്ര കേന്ദ്രീകൃതമായി ജലപാതകളിലൂടെയുള്ള ചരക്ക് ഗതാഗതം, തുറമുഖങ്ങൾ വഴിയുള്ള സാമ്പത്തിക സ്വരൂപണം, അതുപോലെ തന്നെ ഫിഷറീസ് മത്സ്യമേഖലകളിലൂടെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം തുടങ്ങിയ രീതിയിൽ പൂർണ്ണമായും ഒരു തുറമുഖ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ വികസനത്തിനാണ് ഇത്തവണത്തെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് വിഴിഞ്ഞം മാത്രമല്ല, മറ്റ് നിരവധി തുറമുഖ നഗരങ്ങൾ കേരളത്തിലെമ്പാടും വികസിപ്പിക്കാൻ, ഹാർബറുകളായും അതുപോലെ തന്നെ തുറമുഖങ്ങളായും ഫിഷിംഗ് ഹാർബറുകളുമായും എല്ലാം വികസിപ്പിക്കാൻ പദ്ധതിയിട്ടുകൊണ്ടുള്ള ബജറ്റിൽ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സർക്കാർ. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ MSC കമ്പനി പോലൊരു കമ്പനിയുടെ നിക്ഷേപത്തെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതികതയുടെ പേരിൽ തള്ളിക്കളയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയായിരിക്കും, തിരിച്ചടി നൽകുന്ന ഒരു പ്രവൃത്തി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു കത്തിന്മേൽ അല്ലെങ്കിൽ ഈ ഒരു അതൃപ്തിയിന്മേൽ സർക്കാർ കടിച്ചു തൂങ്ങില്ല എന്നത് തന്നെയാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ചും അതൃപ്തി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അനുമതി നൽകാതിരിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്കൊന്നും കടക്കാൻ അത് സർക്കാരിന് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സർക്കാരിന് അത് നിലവിലെ ഒരു പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് അത് താങ്ങില്ല എന്നത് തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ആഗോള ഭീമന്മാരായിട്ടുള്ളൊരു കമ്പനി, അതുപോലെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക രംഗത്ത് പ്രധാനമുള്ള അദാനി, ഈ രണ്ട് കൂട്ടരെയും പിണക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്നുള്ള ഇത്തരത്തിലൊരു ഓഫർ നിരാകരിച്ചുകൊണ്ടോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മിഷൻ സമുദ്ര പോലുള്ള ഒരു ബ്ലൂ എക്കോണമി പോലുള്ള വികസനത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ഒരു ആശങ്കകളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ അന്തിമ കരാറിന് അനുമതി നൽകാൻ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാവുക. എന്തായാലും അതിൽ വലിയ രീതിയിലുള്ള കടുംപിടുത്തങ്ങളിലേക്കോ കൂടുതൽ വ്യവസ്ഥകളിലേക്കോ നിയന്ത്രണങ്ങളിലേക്കോ ഒന്നും തന്നെ സർക്കാർ കടക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ശരി, വ്യക്തമാണ്. എന്തായാലും സ്വകാര്യവൽക്കരണം എന്നൊരു വിമർശനം നിലവിലെ സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് MSC കമ്പനിയുമായുള്ള ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. എന്തായാലും ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ അപേക്ഷ നൽകിയിരിക്കുകയാണ് അദാനി പോർട്സ്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അന്തിമ കരാറിൽ ഒപ്പിടില്ല എന്ന് കാണിച്ചൊക്കെയാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ അറിയിക്കാതെ അദാനി പോർട്സ് ഇത്തരത്തിലൊരു നീക്കമൊക്കെ നടത്തിയതിൽ വലിയൊരു അതൃപ്തിയൊക്കെ മുഖ്യമന്ത്രി അറിയിച്ചതോടെയാണ് പുതിയ അപേക്ഷ നൽകിയെന്നാണ് വിശദീകരണം. വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.